77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പത്മ പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ കരുത്തും അഭിമാനവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് രാജ്യതലസ്ഥാനം ഒരുങ്ങി. മുഖ്യാതിഥികളായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പാക് ഭീകരകേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ആദരമായി സിന്ദൂർ ഫോർമേഷൻ എന്ന പേരിൽ പ്രത്യേക വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം നടക്കും. റഫാൽ, സുഖോയ് പോർ വിമാനങ്ങൾ ആകാശത്ത് വിസ്മയം തീർക്കും. 29 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമാകും. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും പരേഡിലുണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. SP ഷാനവാസ് അബ്ദുൾ ഷഹാബ് അടക്കം 11 പേർ ഇത്തവണ കേരളത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹരായി. പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനം. നഗരങ്ങളിലും തന്ത്രപ്രധാന ഇടങ്ങളിലും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലും കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.